ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും അവസാനം വരെ കാണണം. കുറേ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ലീവുള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വന്നിരിക്കുന്നത് കോയമ്പത്തൂരിലെ പ്രോസോൺ മോളിലാണ്. ഇവിടെ ഞാൻ എൻ്റെ OnePlus മൊബൈലിൻ്റെ ഡിസ്പ്ലേ ലൈൻ ഇഷ്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഫോൺ കൊടുത്തിട്ടൊരു 2 hours വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ കുറച്ച് ഷേക്കും അതുപോലെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ വെച്ചു കേട്ടോ. പിന്നെ മേളിൽ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഒരു ചോക്കോ ഷേക്ക് കുടിച്ചു. പിന്നെ അതുപോലെ തന്നെ മക്ഡിന്ന് ഒരു കുഞ്ഞി ബർഗറും ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ കിട്ടാനുള്ള ടൈമായി. പിന്നെ അവിടെ പോയിട്ട് മൊബൈൽ കളക്ട് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ക്ലൗൺ ഇൻ്റർനാഷണൽ ഷോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് എക്സ്ട്രാ ടിക്കറ്റൊക്കെ എടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കുറച്ച് നേരം കണ്ടു നിൽക്കാനായിട്ട്. അപ്പം ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ പൊങ്കൽ ടൈം ആയതുകൊണ്ട് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കട കണ്ടു കേട്ടോ. അപ്പോൾ അകത്ത് കയറി നോക്കിയപ്പോഴത്തേക്കും 299 കുർത്താസ് ഉണ്ടായിരുന്നു. പിന്നെ ബൈ 1 get 1 ഫ്രീ, പിന്നെ ബൈ 1 get 2 ഫ്രീ, അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3-4 കുർത്തീസൊക്കെ ഇട്ട് നോക്കി. പക്ഷേ എനിക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ട് തോന്നിയില്ല. ഒരു കേരള ടേസ്റ്റുള്ള ഒരു ഡ്രസ്സസ്സൊന്നും എനിക്ക് അവിടേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ ഈ തമിഴ്നാട് സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സസ്സൊക്കെയാണ്. പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും തച്ചുക്കുട്ടനെയും കൊണ്ട് നമ്മളൊന്ന് പുറത്തോട്ട് പോയിട്ടോ. അപ്പം പാലക്കാട് ഒരു എന്താ പറയുക, ഒരു ടൈറ്റാനിക്കിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് തച്ചുമായിട്ട് ഞാനും ബ്രദറും പിന്നെ തച്ചുക്കുട്ടനും കൂടെ ഈ ഷോ കാണാനായിട്ട് പോയിട്ടോ. അപ്പോൾ ഒരാളുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് 80 rupees ആണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഇവരുണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും ഈ ടൈറ്റാനിക്കിൻ്റെ അകത്തെ കാഴ്ചകൾ എന്നുള്ളത് പോലെയാണ്. അതായത് ഷിപ്പിൻ്റെ അകം എങ്ങനെ ഇരിക്കും കാണാനായിട്ട്, അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ളൊരു മോഡലാണ് കേട്ടോ ഈ ഒരു ഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് 2 സൈഡായിട്ട് നമ്മുടെ ഈ ഡയറക്ടർ ജെയിംസ് കാമറോണും പിന്നെ അതുപോലെ തന്നെ അതിൽ കാസ്റ്റായിട്ടുണ്ടായിരുന്ന ലിയോണാർഡോയും കേറ്റിൻ്റെയും അങ്ങനെ കുറേ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതായത് ആ മൂവിയിലുണ്ടായിരുന്ന പോലെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ അതൊക്കെ നോക്കി അതൊക്കെ വായിച്ച് ഇങ്ങനെ നടന്നു. അപ്പോൾ തച്ചിക്കുട്ടൻ അതിൻ്റെ അകത്ത് പോയപ്പോഴത്തേക്കും ഭയങ്കര കളിയായി. അവന് ഓടി നടക്കാൻ കിട്ടിയതുപോലെ ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി അവൻ ഓടി നടക്കാനും നല്ല രസമുണ്ടായിരുന്നു. താഴെ നല്ല റെഡ് കളർ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് കുറേ പിള്ളേർ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇടവഴി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു ഹോള് കണ്ടു കേട്ടോ. ഒരു മീറ്റിംഗ് ഹാളൊക്കെ പോലെ, അതായത് ഷിപ്പിൻ്റെ ഒരു മെയിൻ പാർട്ടായിട്ടുള്ളത് പോലെയാണ് കേട്ടോ ഈ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കുറേ ഒരു ഡൈനിങ് ഏരിയയുടെ ഇമേജും പിന്നെ അതുപോലെ ഒരു സോഫയും പിന്നെ അതിൻ്റെ 2 സൈഡായിട്ട് നമ്മുടെ മൂവിയിലെ ആക്ട്രസിൻ്റെയും ആക്ടറുടെയൊക്കെ ഫോട്ടോയും പിന്നെ ഇത് കണ്ടോ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നത്. തച്ചു ആണെങ്കിൽ എത്ര വിളിച്ചിട്ടും വരുന്നേ ഉണ്ടായിരുന്നില്ല. അവനവിടെ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ അവനെ പറ്റിക്കാനായിട്ട് അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും കൂടെ കുറച്ച് നേരം മറഞ്ഞു നിന്നു കേട്ടോ. അവൻ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. പക്ഷെ അവൻ നോക്കിയിട്ട് കാണാതായിട്ട് ആൾക്ക് പേടിയൊന്നുമില്ല. ആൾ വീണ്ടും അവിടെ പിള്ളേരുടെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ നാണം കെട്ടി തിരിച്ചു വന്നു. ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ഇവിടുത്തെ സംഭവങ്ങളും അറേഞ്ച്മെൻറ്റൊക്കെ. നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസും എല്ലാം അവരവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഫാമിലി ആയിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാനും സംസാരിക്കാനും അതേപോലെ തന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയുടെ ആ ലൈറ്റാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു ആ ലൈറ്റ് കാണാനായിട്ട്. പിന്നെ ഈ ഒരു ഏരിയ കഴിഞ്ഞ് വീണ്ടും നമുക്കിങ്ങനെ അതുപോലെ ഇടവഴികളുണ്ട്. അതിൽ കൂടെ നമ്മൾ വീണ്ടും നടത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷിപ്പിൻ്റെ അടുത്തൊരു പാർട്ടിലേക്ക് അടുത്തൊരു റൂമിലേക്കായിട്ട് പോകും കേട്ടോ. തച്ച് പിന്നെ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അവൻ നേരത്തെ ഓടിപ്പോയി. അപ്പം എൻ്റെ ബ്രദറും അവൻ്റെ പുറകെ ഓടിയിട്ടു. അപ്പോൾ നെക്സ്റ്റ് ഒരു റൂം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ലവ് ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു റൂമാണ് കേട്ടോ. ഇതിപ്പം നമ്മുടെ റോസിൻ്റെ ബെഡ്റൂം ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവിടെ കുറേ നല്ല ഭംഗിയുള്ളൊരു മിററും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോസ് അവിടെ കിടക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റാച്ചു അല്ല, ആക്ച്വലി ഇതൊരു കാർഡ്ബോർഡാണ്, ഒരു പെയിൻറ്റിങ് പോലെ അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ
ചാക്ക് അവിടെ നിന്ന് നോക്കുന്ന പോലെയൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം റോസിനെ നോക്കിയപ്പോൾ എനിക്ക് എന്താ പറയുക, ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര സുന്ദരിയായിട്ട് തോന്നി. അവർ സുന്ദരിയാണ്, പക്ഷേ എനിക്കിതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ, അപ്പോൾ കുറേ ആൾക്കാർ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഓഷൻ പോലെയാണ് കേട്ടോ. ഒരു ഫുൾ ഒരു ബ്ലൂ ഷെയ്ഡിൽ കുറേ എന്താ പറയുക, കുറേ അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ മെയിനായിട്ട് ഈ ടൈറ്റാനിക്കിൻ്റെ ഹിസ്റ്ററി എല്ലാം ഈ ഒരു ഏരിയയിലാണ് കേട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ അതൊക്കെ നോക്കി വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ടൈറ്റാനിക് മുങ്ങുന്ന പോലുള്ള ഇമേജസും കാര്യങ്ങളും ഈ മഞ്ഞുമലയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇത് റോസിൻ്റെ ഒരു മാലയാണെന്ന് തോന്നുന്നു. ഐ മീൻ അതുപോലൊരു ഡെമോ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തച്ചുക്കുട്ടൻ പിന്നെ അവിടെ ഭയങ്കര ഓടിക്കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിന് ആ ഷിപ്പിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പം തച്ചുക്കുട്ടൻ അവിടെ മീറ്റ് ചെയ്തൊരു കുഞ്ഞി ഫ്രണ്ടാണ് കേട്ടോ ഈ കുട്ടി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കുറേ നേരം കളിച്ചു. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ വീട്ടിലിരിക്കുമ്പോഴും അതുപോലെ ജോലി തിരക്കിൻ്റെയും ഇടയിലും ഒക്കെ ഇതുപോലെ കുട്ടികളെയൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി അവർക്കും കളിക്കാനും ഒക്കെ ടൈമും അവർക്കൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് ചില്ല് ചെയ്ത് നമ്മളും അവരോട് നന്നായി സംസാരിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പം അവർക്കും അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. നമുക്കും അതുപോലെ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും അതുപോലെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഷിപ്പിലെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് എക്സിബിഷനിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇതുപോലെ മാർക്കറ്റ് പോലെ കുറേ സാധനങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഫാൻസി ഐറ്റംസും അതേപോലെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ തച്ചുക്കുട്ടൻ ആസ് യൂഷ്വൽ വണ്ടി വേണമെന്ന് പറഞ്ഞു. പിന്നെ അവനൊരു കുഞ്ഞി വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോഴത്തേക്കും നല്ല കമ്മൽ, മാലകൾ, വളകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതിൽ നിന്ന് ഒരു റിങ്ങും പിന്നെ അതുപോലെ ഒരു മുടിയിലിടാണ്ട് ഒരു ബാൻഡൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇതാണ് തച്ചുവിന് വാങ്ങിച്ച കുഞ്ഞി ട്രക്ക്. അപ്പോൾ അവൻ അത് ഓടിച്ചിട്ടായിരുന്നു പിന്നെ അവിടെ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഞങ്ങൾ വീണ്ടും മൂവ് ഓൺ ചെയ്തു. അപ്പം പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ ഇത് മിക്ക എക്സിബിഷനിലുമുള്ള കോമൺ ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. കുറേ ഡ്രസ്സ്, ചെരുപ്പുകൾ, വിത്തുകൾ, പിന്നെ അതുപോലെ കുറേ മിഠായികൾ, ഹൽവ അങ്ങനെയുള്ള ഐറ്റംസ് കേട്ടോ. പിന്നെ ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിയപ്പോഴത്തേക്കും തച്ചിൻ്റെ ഒരു ഐസ്ക്രീം മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അവന് ഒരു മാംഗോൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വണ്ടി കിട്ടിയതുകൊണ്ട് അതിൻ്റെ സന്തോഷത്തിൽ ഐസ്ക്രീമൊന്നും അധികം കഴിച്ചില്ല. പിന്നെ അവൻ കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കേട്ടോ. അവിടെ പിന്നെ ഇങ്ങനെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടായിരുന്നു. അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും കുറേ റൈഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള കാറ്, ബൈക്ക് അതിൻ്റെയൊക്കെ റൈഡുകൾ, പിന്നെ ഒരു സ്നേക്ക്, പിന്നെ ജയൻറ്റ് വീൽ ഉണ്ടായിരുന്നു, പിന്നെ ഈ കുതിരയുടെ ഈ സംഭവം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹൊറർ ഹൗസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ അത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് അതൊന്നും ട്രൈ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇതെല്ലാം ആണെങ്കിൽ തന്നെ ഭയങ്കര സ്പീഡിലാണ് ഈ റൈഡ്സൊക്കെ ഉള്ളത്. അപ്പം അവനും അതുപോലെ അതിലൊക്കെ ഇരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇരുത്തി കഴിഞ്ഞാൽ മേ ബി അവൻ പേടിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇരുത്താനൊന്നും നിന്നില്ല. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു തോണി ഉണ്ടായിരുന്നു. പിന്നെ ഈ കാറിൽ അവൻ ഇരിക്കണമെന്ന് കുറേ പറഞ്ഞു. പക്ഷേ അതിൽ ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പേടിച്ചാലോ. പിന്നെ വേറെ കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് ഇരുത്തണം. അതുകൊണ്ട് ഇരുത്താനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഷിപ്പിൻ്റെയും ഒക്കെ കാഴ്ച കാണലെല്ലാം നിർത്തി പിന്നെ ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ സമയം ഒരു 8:30 ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 9 മണിക്കാണ് അടുത്ത ഷോ ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ലാലേട്ടൻ്റെ നേരെ എന്നുള്ള മൂവി കാണാമെന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇതെല്ലാം കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ തച്ചുവിനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി, കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആ ടൈറ്റാനിക് ഷിപ്പിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ മൂവിയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. ബൈ.